ഹായ്, എല്ലാ പ്രവാസി സഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. നമ്മളുടെ പ്രവാസികളിൽ ഒരു 70% കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഷുഗർ. ഡയബറ്റിക് ആയിട്ടുള്ള പ്രവാസികൾ 3/4 ഹാർട്ട് അറ്റാക്കിനും ഡോക്ടേഴ്സ് കാരണമായിട്ട് പറയുന്നത് രക്തത്തിലെ പഞ്ചസാര അമിതമായി വർദ്ധിച്ചു നിൽക്കുക എന്നുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ പ്രവാസികളിൽ ഒരുപാട് പേർക്ക് ഷുഗറും ഉണ്ട്, അതുവഴി ഒരുപാട് പേർക്ക് ഹാർട്ട് അറ്റാക്കും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാര വളരെയധികം നോർമലായിട്ട് നിലനിർത്താൻ 1-2 ചെറിയ മാർഗം, അതായത് എന്റെ ചെറിയ അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളെ വെണ്ടയ്ക്ക, ഇത് ഞാൻ 2ആയി പിളർന്ന്, നമ്മൾ 1-2 വെണ്ടയ്ക്ക 2ആയി പിളർന്ന് നിങ്ങൾ തലേ ദിവസം 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെക്കുക. രാവിലെ എണീറ്റ് വെറും വയറ്റിൽ തന്നെ ഈ വെണ്ടക്കായ എടുത്തു മാറ്റിയതിന് ശേഷം ഈ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ഷുഗറിന്റെ ലെവല് ഇപ്പൊ 300-400 പോലും ആയി നിൽക്കുന്ന ആളുകളിൽ, ഭക്ഷണത്തിന് ശേഷം ഇത്രയും വലിയ ഉയർന്നു നിൽക്കുന്ന ആളുകളിൽ പോലും ഈ വെണ്ടക്കായയുടെ വെള്ളം വളരെ എഫക്റ്റീവായിട്ട് ഉണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവല് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. മാത്രമല്ല, നമ്മുടെ ഈ വെണ്ടയ്ക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് ഒരുപാട് നാരുകൾ അടങ്ങിയ ഒരു വെജിറ്റബിൾ ആണ്. ഇത് നിങ്ങൾക്ക് തോരനായിട്ട് കഴിക്കാം, കറിയായിട്ട് കഴിക്കാം. ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ഡയബറ്റിക് പേഷ്യന്റിന്റെ അന്നന്നത്തെ ഭക്ഷണത്തില് ഈ വെണ്ടക്കായ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അടുത്തതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ചെറുനാരങ്ങ. ഈ ചെറുനാരങ്ങ അത് നിങ്ങൾ രാവിലെ ഈ വെണ്ടക്കയുടെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ പിറകിലായി ഈ ചെറുനാരങ്ങ 1 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് അതും 1 ഗ്ലാസ് വെള്ളമായിട്ട് നിങ്ങൾ കഴിക്കുക. കാരണം ഈ ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ ഈ വൈറ്റമിൻ സിയുടെ കലവറയാണ്. ഇത് ഒരുപാട് രോഗപ്രതിരോധ ശേഷി തരുന്ന ഒരു വസ്തുവാണ്. മാത്രമല്ല, നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസും മറ്റ് നോർമൽ ആയിട്ടുള്ള ഒരാളെ അപേക്ഷിച്ച് ഡയബറ്റിക് പേഷ്യൻസിന് ചെറിയ ചെറിയ ഇൻഫെക്ഷനുകൾ പെട്ടെന്ന് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പനിയൊക്കെ സാധാരണ ആൾക്കാർക്ക് പിടിക്കുന്നതിന്റെ എളുപ്പത്തിൽ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് പിടിക്കും. അതുവഴി ഇൻഫെക്ഷൻസും വരും. അപ്പൊ ആ ഇൻഫെക്ഷൻസ് ഒക്കെ ഒഴിവാക്കാനും അസുഖങ്ങൾ വരാതിരിക്കാനും ഡെയിലി നിങ്ങളൊരു ചെറുനാരങ്ങ പിഴിഞ്ഞ് 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ഗ്രീൻ ആപ്പിൾ. റെഡ് ആപ്പിളിനേക്കാളും മധുരം കുറയുന്നതെന്ന് മാത്രമല്ല, റെഡ് ആപ്പിളിനേക്കാൾ ഒരുപാട് പോഷക സമ്പുഷ്ടമാണ് ഗ്രീൻ ആപ്പിൾ. പിന്നെ ഡയബറ്റിക് പേഷ്യന്റിന്റെ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് പറയുന്നത് ഈ ഗ്രീൻ ആപ്പിൾ. തൊലിയോടുകൂടി വളരെ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം തൊലിയോടുകൂടി തന്നെ നിങ്ങളിത് കഴിക്കാൻ ശ്രമിക്കണേ. അടുത്തതായിട്ട് നമ്മുടെ ഗ്രീൻ ടീ. ഗ്രീൻ ടീ ഇപ്പൊ എല്ലാവരും നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ച് തുടങ്ങി. ആദ്യമൊക്കെ അത് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലൊക്കെയാണ് ഒരുപാട് ആൾക്കാരെ ഉപയോഗിക്കാറ്. ഇപ്പൊ നമ്മൾ മലയാളികൾക്കും അറിയാം എന്താണ് ഗ്രീൻ ടീ എന്ന്. പക്ഷെ ഈ ഗ്രീൻ ടീയുടെ ഗുണം പലർക്കും അറിയില്ല. ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആന്റി ഓക്സിഡന്റ്സ്, നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരുപാട് വസ്തുക്കൾ അടങ്ങിയതാണ്. അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് എന്നല്ല, ആരായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു ചായ കുടിയുടെ സമയത്ത് രാവിലെ ആയാലും വൈകിട്ടായാലും ഒരു ചായ ഗ്രീൻ ടീ ആയിട്ട് കുടിക്കുക. തീർച്ചയായിട്ടും മധുരം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മുടെ ഓട്സിന്റെ ഉപയോഗം ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. പലരും രാത്രി ചപ്പാത്തിയും ചോറിനൊക്കെ കഴിക്കുന്നതിന് പകരം ഓട്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആണുങ്ങൾ പ്രത്യേകിച്ചും അവർ വൈകുന്നേരമൊക്കെ ജോലി കഴിഞ്ഞു വന്നാൽ അവർ ഭക്ഷണമൊന്നും റൂമിൽ ഉണ്ടാക്കാനായിട്ട് മെനക്കെടാറില്ല. ഒരു നേരെ ഹോട്ടലിലേക്ക് പോകും. അപ്പൊ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ ഉപയോഗിക്കുന്ന എണ്ണ എന്താണെന്ന് അറിയില്ല, അവരെങ്ങനെയാണ് അത് പാചകം ചെയ്യണത്, അതിൽ എന്തൊക്കെ മായം കലർന്നിട്ടുണ്ടെന്ന് നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കില്ല. മാത്രമല്ല, ഇന്നത്തെ ഭക്ഷണ രീതി ഒരു രീതിയിലും നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ വയറിന് തീർച്ചയായിട്ടും നല്ലതാവില്ല. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ ഓട്സ് ആക്കുക. അപ്പൊ രാത്രി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഓട്സ് സാധാരണ പുട്ടുപൊടി നനയ്ക്കുന്നത് പോലെ നനച്ചതിന് ശേഷം ഒരല്പം തേങ്ങ ഉപയോഗിച്ച് ആ പുട്ടുകുറ്റിയിൽ ഇത് നിറച്ച് ഒരു 3-4 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഒരു നല്ല സ്വാദിഷ്ടമായ ഒരു ഓട്സ് പുട്ട് റെഡിയാവും. അത് ഏതെങ്കിലും ഒരു കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ഹാഫ് കഷ്ണം പഴത്തിന്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോ പുട്ടുണ്ടാക്കാൻ വയ്യ എന്നുള്ള ആൾക്കാരാണെങ്കിൽ അത് തീർച്ചയായിട്ടും കുറുക്ക് രൂപത്തിലും ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത് ഒരിക്കലും ഞാൻ ആധികാരികമായിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റോ ഒരു ഡോക്ടറോ ആയിട്ടോ ഒന്നുമല്ല. ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. പക്ഷെ വായനയിലൂടെയും അന്നുള്ള ജേർണൽസ് ഒക്കെ നെറ്റിൽ നിന്ന് കയറി വായിക്കുന്നതിലൂടെ എനിക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. കാരണം നമ്മൾ പ്രവാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓരോ പ്രവാസി എന്ന് പറഞ്ഞ ഓരോ കുടുംബത്തിന്റെയും വിളക്കാണ് ശരിക്കും. ഒരു പ്രവാസിയുടെ ഹൃദയം നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ കുടുംബം തന്നെ ഇരട്ടിലാവുക എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവാസികളുടെ ജീവിതത്തിനൊക്കെ വളരെ വിലയുണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആരോഗ്യം കളഞ്ഞ് കുടുംബത്തെ നോക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനൊപ്പം നിങ്ങൾ കുടുംബത്തെ സംരക്ഷിക്കുക.
ഇപ്പൊ നിങ്ങളുടെ ജീവന് ഏറ്റവും അധികം വില നൽകുന്ന കുടുംബാംഗങ്ങളെ പറ്റി നിങ്ങൾ എപ്പോഴും ഓർക്കുക. നിങ്ങൾ ഇതിന്ന് ഏതെങ്കിലും ഒരു മാർഗം പ്രാക്ടിക്കലാക്കിയാൽ തന്നെ എനിക്ക് വളരെയധികം സംതൃപ്തിയുണ്ട്. താങ്ക് യു.